അവളെ തിരിച്ചു കൊണ്ടുവരണം. പ്ലീസ് സിസ്റ്റർ. സോറി, തീരുമാനത്തിന് മാറ്റമില്ല. ഇവിടെ വ്യക്തിയല്ല പ്രശ്നം, സ്ഥാപനമാണ്. നിങ്ങൾ ആരാണ്? തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം പേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ചതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ വീട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ കുഞ്ഞാടിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചെന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. ഞാനല്ല. മത്തായി സുവിശേഷം അധ്യായം 15 3 മുതൽ 7 വരെ വാക്യങ്ങൾ. Mr. Bun. Come on. No class for you. Eh? Come on. Bom, 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 oh, my stomach. നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതായിരിക്കുന്നു. അയാൾ പറഞ്ഞേച്ചു പോയ ആ വചനമുണ്ടല്ലോ, ഇന്ന് രാവിലത്തെ കുർബാനയിൽ വായിച്ചതാ. സിസ്റ്ററെ എന്താ? നമ്മളിപ്പോ എന്താ വേണ്ടേ? ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ചിരിച്ച എന്നെ കണ്ണു കാണിച്ച് ഇറക്കി വിട്ടേച്ച് പ്രിൻസിപ്പളിനോട് ഓതി കൊടുത്തില്ലേ? ഞാൻ ഇറക്കി വിട്ടതൊന്നുമല്ല, അവര് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞായിരുന്നു, കേട്ടില്ലേ? പിന്നെന്തിനാ അവിടെ തന്നെ ഇരുന്നേ? സിസ്റ്റേഴ്സിന്റെ കൂടെ ചേർന്ന് എന്നെ പുറത്താക്കാനല്ലേ? നിന്നെ ആരും പുറത്താക്കില്ല കുട്ടി. ഓ, പുറത്താക്കിയാൽ എനിക്ക് ഒന്നുമില്ല. ഇതാണ് അവര് പറഞ്ഞ നിന്റെ തട്ടുത്തരവും തിമിരും. മോളെ, അവര് പറഞ്ഞത് നീ പുറം കാലി തൊഴിച്ച് കളയരുത്. അതുകൊണ്ട് നിന്റെ ആവശ്യമില്ലാത്ത കറക്കവും കൂട്ടുകെട്ടും ഒക്കെ നിർത്തി നിന്റെ പാഠപുസ്തകമായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലാതെ വല്ല അവന്റെ ഇവന്റെ ഒക്കെ കൂടെ നടന്നാൽ ജീവിതം മുഴുവൻ കരയേണ്ടി വരും. ഞാൻ കണ്ട അവന്റെ ഇവന്റെ പുറകെ നടക്കുമല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ റോയിച്ചായന്റെ കൂടെയാണ് നടന്നത്. അതിന് നിങ്ങൾക്കെന്താ? എന്നാലേ നിന്റെ റോയിച്ചായൻ ആളത്ര ശരിയല്ല. അത് തനിക്ക് എങ്ങനെ അറിയാം? പച്ച മാറി ചുവപ്പായി. അപകട സൂചന. ഇനി മുന്നോട്ട് പോയാൽ അപകടം സംഭവിക്കും, അല്ലേ മോളെ? അപകടം സംഭവിക്കില്ലേ? ചില അടയാളങ്ങൾ കണ്ടാൽ അനുസരിക്കണം. What nonsense! എന്താ മിസ്റ്റർ? യു ഷുഡ് ഹാവ് സം മാനേഴ്സ്. സ്ത്രീകളോടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. അയ്യോ, ഇതാര്? ഐ എം സോറി. ഹായ്. അന്നൊന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അന്നത്തെ പെർഫോമൻസ് മനോഹരായിരുന്നു. റിയലി ബ്യൂട്ടിഫുൾ. താങ്ക്സ്. എനിക്ക് മീറ്റ് ചെയ്യണം. ഹലോ. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. പേര് പറഞ്ഞില്ല. പറഞ്ഞോളൂ. അല്ല, എന്റെ പേരല്ല. ഞാൻ ചോദിച്ചത്. ഓ, എന്റെ പേര് അങ്കിൾ ബൺ. ബൺ? ഓ, ക്യൂട്ട്. യെസ്, ബൺ ബൺ ബൺ. അങ്കിൾ ബൺ.
ആന്റിയുടെ പേരെന്താ പറയൂ? ഗീത, ഗീത കൃഷ്ണൻ. ഓ, മോളുടെ പേരെന്താ? മരിയ. ആശേ, റോയിച്ചായപ്പോ ബൈ. ആശേ, ചോദിച്ചായോ ഞാൻ ആശയുടെ ആരാണെന്നറിയാമോ? കാര്യം ചോദിക്കുമ്പോ കൊഞ്ഞനെ കാണിക്കുന്നതാ. എടാ, ഞാൻ അവളുടെ അങ്കിളാ, ചാർലി ചാക്കോ. നിന്റെ പരിപ്പ് എന്റെ വീട്ടിലിട്ട് വേവിക്കാൻ നോക്കരുത്, വേവത്തില്ല, മനസ്സിലായോ? ആശേ, ആശേ, ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? പല പ്രാവശ്യം പല രീതിയിൽ ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ പോക്ക് ശരിയല്ലെന്ന്. നീ കേൾക്കുന്നുണ്ടോ? എന്ത് കഷ്ടമാ! എപ്പോ നോക്കിയാലും പുറകെ നടന്നോണ്ട് മനുഷ്യന്. ആയമേ, എന്തു വേണം? ഈ എണ്ണ എല്ലാം കൂടെ ഇങ്ങനെ തീർത്താലോ? എന്തൊരു ചെലവാ! ദേ, എന്നെ ഭരിക്കാൻ വരില്ലേ? നിന്റെ മമ്മി പോലെ എന്നോട് ഇങ്ങനെ പറയില്ല. നീ ആരെ ഈ തോപ്പിക്കുന്നത്? എലിയെ തോപ്പിക്കാൻ ഇല്ലത്തിന് തീ കൊടുത്ത? ഏ തള്ളേ, ഈ പൈപ്പ് അങ്ങ് നിർത്തിക്കേ, വെള്ളം പോണ കണ്ടില്ലേ? നിലത്ത് നിന്ന് വളരും മോളെ, അങ്ങനെ പൊങ്ങാതെ ഉച്ചിടിക്കും. ഓ, എന്തൊരു പെണ്ണിത്! എന്താടി മുതുക്കി പറഞ്ഞു? ഈശോ, എന്റെ അമ്മച്ചിയെ, അയ്യോ, ഈശോ. എന്താ ഈ കാണിച്ച അവസ്ഥ?